തുടക്കക്കാരായ ഒരുപാട് പേർക്കുള്ള വളരെ വലിയൊരു സംശയമാണിത്. കളർ കറക്ഷനും ഗ്രേഡിങ്ങും ഒന്നു തന്നെയാണോ? രണ്ടും എപ്പോഴെങ്കിലൊക്കെ മാറി മാറി ഉപയോഗിക്കാമെന്നും സത്യത്തിൽ ഇത് രണ്ടും ഒന്നാണെന്നുമാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ സത്യം അതല്ല കേട്ടോ. ഇവ രണ്ടും പൂർണ്ണമായും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ഇതിന്റെ യഥാർത്ഥ വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ എഡിറ്റിംഗ് വർക്ക് ഫ്ലോ പകുതി എളുപ്പമാവും. കളർ കറക്ഷൻ എന്നത് വെറും ഒരു ടെക്നിക്കൽ ഫിക്സ് മാത്രമാണ്. എന്നാൽ ഗ്രേഡിംഗ് അതല്ല, അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ കളർ കറക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായി എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. കളർ കറക്ഷന്റെയും ഗ്രേഡിങ്ങിന്റെയും ആദ്യത്തെ വീഡിയോ ആണിത്. ഇതൊരു സീരീസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷൻ 1, ലോക്ക് ഫുട്ടേജ് പ്രോബ്ലം. എന്തുകൊണ്ടാണ് ചില ഫുട്ടേജുകൾ ആദ്യം കാണുമ്പോൾ തന്നെ വളരെ മോശമായിരിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഈ പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ വലിയ ആവേശത്തോടെ ക്യാമറയിൽ ലോക്ക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ആ ഫയൽ ആദ്യമായി സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ശരിക്കും ഒന്നും കിട്ടും അല്ലേ? കളറെല്ലാം മങ്ങി തീരെ ജീവനില്ലാത്തൊരു ഫുട്ടേജ് ആയിരിക്കും മുന്നിൽ കാണുന്നത്. മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് ഒടുവിൽ ഇത് കാണുമ്പോൾ അയ്യോ, ക്യാമറ സെറ്റിംഗ്സ് മൊത്തം കുളമായോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവിടെയാണ് കാര്യം. ഇതൊരു ക്യാമറ തകരാറല്ല. ശരിക്കും പറഞ്ഞാൽ അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. ആ സീനിന്റെ വെളിച്ചവും ഇരുട്ടും, അതായത് മാക്സിമം ഡൈനാമിക് റേഞ്ച് മുഴുവനായി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ക്യാമറയുടെ വളരെ ബുദ്ധിപൂർവമായ ഒരു പരിപാടിയാണിത്. ടെക്നിക്കൽ ഫിക്സ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഫുട്ടേജിന് ഒരു പരിഹാരം വേണ്ടേ? അവിടെയാണ് കളർ കറക്ഷൻ വരുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കളർ കറക്ഷൻ എന്നത് 100% ഒരു സാങ്കേതിക പ്രക്രിയ, അതായത് ഒരു പ്യുവർ ടെക്നിക്കൽ പ്രോസസ് മാത്രമാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ആ കിഡിലൻ സിനിമാറ്റിക് ലുക്കൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. ജീവനില്ലാത്ത ലോക്ക് ഫുട്ടേജിലെ കളർ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് ധൈര്യമായി വർക്ക് ചെയ്യാൻ പാകത്തിന് ഒരു ക്ലീൻ ന്യൂട്രൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. കളർ കറക്ഷൻ എന്ന് പറയുന്നത് തികച്ചും സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്, അതായത് ക്യാമറയിൽ പറ്റിയ തെറ്റുകൾ തിരുത്തുക. എന്നാൽ ഗ്രേഡിംഗ് അങ്ങനെയല്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കലാസൃഷ്ടിയാണ്. കറക്ഷനിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ ഗ്രേഡിങ്ങിൽ നമ്മൾ പക്ക ക്രിയേറ്റീവ് ആകുന്നു. അതാണ് ഇതിലെ പ്രധാന വ്യത്യാസം. ഇതൊരു വീട് പണിയുന്നത് പോലെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഭിത്തിയിൽ പ്ലാസ്റ്ററിങ് തീർക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നേരിട്ട് പെയിന്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഫൂട്ടേജിന്റെ കാര്യവും. തെറ്റുകൾ തിരുത്തി ബേസ് ശരിയാക്കാതെ അതിലേക്ക് ക്രിയേറ്റീവായ നിറങ്ങൾ വാരി പൂശാൻ ശ്രമിച്ചാൽ സംഗതി മൊത്തത്തിൽ കുളമാകും. ഇനി നമ്മൾ കുറച്ചുകൂടി ടെക്നിക്കൽ ആകാൻ പോവുകയാണ്. ഫൂട്ടേജിന്റെ സാങ്കേതിക വശങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. എക്സ്പോഷർ, വൈറ്റ് ബാലൻസ്, സ്കിൻ ടോണുകൾ, നോയ്സും ഗ്രെയിനും, പിന്നെ ഹൈലൈറ്റ്. ക്ലിപ്പിംഗ് ഗ്രേഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏതൊരു എഡിറ്ററും കൃത്യമായി ചെയ്തു തീർക്കേണ്ട ഒരു മാസ്റ്റർ ചെക്ക് ലിസ്റ്റാണിത്. അപ്പോൾ ഇതിൽ ഓരോന്നായി നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത് എക്സ്പോഷർ. നമ്മുടെ റോ ഇമേജിലെ ഏറ്റവും തിളക്കമുള്ള ഭാഗത്തെയും, അതായത് ഹൈലൈറ്റ്സിനെയും, ഏറ്റവും ഇരുണ്ട ഭാഗത്തെയും, അതായത് ഷാഡോസിനെയും ടെക്നിക്കലായി ബാലൻസ് ചെയ്യുന്നതിനെയാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ബ്രൈറ്റ്നെസ് കറക്റ്റാക്കി നമ്മൾ നമ്മളുടെ ഫൂട്ടേജിനെ ന്യൂട്രലായ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തേത് വൈറ്റ് ബാലൻസ്. ബ്രൈറ്റ്നെസ് കറക്റ്റാക്കി നമ്മൾ നമ്മുടെ ഫൂട്ടേജിനെ വളരെ ന്യൂട്രലായ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ പലപ്പോഴും പല ലൈറ്റുകളിൽ പല നിറങ്ങൾ ഫുട്ടേജിൽ കൊണ്ടുവരും. ആ ആവശ്യമില്ലാത്ത ഓറഞ്ചോ നീലയോ പച്ചയോ ഒക്കെയുള്ള നിറങ്ങളെ എടുത്തു മാറ്റുക എന്നതാണ് വൈറ്റ് ബാലൻസ് ശരിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന അതേ നിറങ്ങൾ തന്നെ സ്ക്രീനിലും കിട്ടാൻ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ്. മൂന്നാമത്തേതാണ് സ്കിൻ ടോണുകൾ. മനുഷ്യരുള്ള വീഡിയോകളിൽ ഇതൊരു നിർണായക ഘടകമാണ് കേട്ടോ. അവരുടെ ചർമ്മത്തിന്റെ നിറം വളരെ നാച്ചുറലും ഹെൽത്തിയുമായിരിക്കണം. മുഖത്ത് അനാവശ്യമായ ഒരു ചുവപ്പോ പച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കൃത്യമായി ഫിക്സ് ചെയ്യുക എന്നതാണ് ഈ സ്റ്റെപ്പ്. നാലാമത്തേത് നോയ്സും ഗ്രെയിനും. ഷാഡോകളിലും വെളിച്ചം കുറഞ്ഞ ലോ ലൈറ്റ് ഷോട്ടുകളിലും ഒക്കെ ഒരു ഡിജിറ്റൽ നോയ്സ് നമ്മൾ കാണാറില്ലേ? സത്യം പറഞ്ഞാൽ ഒരു അമേച്ചർ വീഡിയോയും പ്രൊഫഷണൽ വീഡിയോയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഈ ഡിജിറ്റൽ പാടുകൾ ക്ലീൻ ചെയ്ത് മാറ്റുന്നതോടെ ഫൂട്ടേജ് വേറൊരു ലെവലിലേക്ക് മാറും. അവസാനത്തേത് ഹൈലൈറ്റ്. ക്ലിപ്പിംഗ് ക്രിയേറ്റീവ് ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപുള്ള നമ്മുടെ ലാസ്റ്റ് ടെക്നിക്കൽ സ്റ്റെപ്പാണിത്. ചിലപ്പോൾ അമിതമായി വെളിച്ചമുള്ള ആകാശം അല്ലെങ്കിൽ ഭയങ്കര ഹാർഷായ ലൈറ്റുകൾ കാരണം വിഷ്വൽ ഡീറ്റെയിലിംഗ് നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടപ്പെട്ടു പോയ ഡീറ്റെയിൽസ് വീണ്ടെടുക്കുന്നതിനാണ് ഹൈലൈറ്റ് ക്ലിപ്പിംഗ് റിക്കവറി എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ആ ക്രിയേറ്റീവ് മാജിക്കിലേക്ക് കടക്കുന്നത്, കളർ ഗ്രേഡിംഗ്. ഇനി എഡിറ്ററുടെ മുന്നിൽ ശരിക്കും ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആണുള്ളത്. ഇവിടെയാണ് നമ്മൾ കാഴ്ചക്കാരിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കേണ്ടത്, ഏത് മൂഡാണ് ആ സീനിന് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്.
കളർ ഗ്രേഡിംഗ് വഴി ഈ ഫീൽ മുഴുവനായി നിങ്ങളുടെ കൺട്രോളിൽ ആവുകയാണ്. 5ാമത്തെ സെക്ഷൻ ഹോളിവുഡ് സിനിമകളിലെ ഉദാഹരണങ്ങൾ. നിങ്ങൾ ഈ സിനിമകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ജോക്കർ, മാഡ് മാക്സ്, ലാ ലാ ലാൻഡ്. ഓരോ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്ന കളർ പാലറ്റുകൾ നോക്കൂ. വാമായ നിറങ്ങൾ, കോൾഡായവ അല്ലെങ്കിൽ ഡിസാച്ചുറേറ്റഡ് ആയ നിറങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക മൂഡും വികാരവും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു കഥാപാത്രത്തിന്റെ ഫീലിങ്സോ അല്ലെങ്കിൽ ആ സിനിമാറ്റിക് ലോകത്തിലെ പ്രത്യേകതയോ കാണിക്കാൻ കളർ ഗ്രേഡിംഗ് എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ആദ്യത്തെ ഭാഗം, അതായത് ബേസിക്കിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ കാണുമ്പോൾ അതിലെ കളറുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഏതാണ് അവർ ചെയ്ത ടെക്നിക്കൽ കറക്ഷൻ, ഏതാണ് അവരുടെ ക്രിയേറ്റീവ് ഗ്രേഡിംഗ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏതായാലും നിങ്ങളുടെ സിനിമ കാണൽ അനുഭവം ഇനി മുതൽ പണ്ടത്തെ പോലെ ആയിരിക്കില്ല. അപ്പോൾ വീണ്ടും കാണാം.